ഓം ശാന്തി. പ്രഭാതമുരളി 4:10:21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ ഭിന്ന ഭിന്ന യുക്തികൾ രചിക്കൂ. പുരുഷാർത്ഥം ചെയ്ത് ചാർട്ടുവയ്ക്കൂ. ക്ഷീണിച്ചു പോകരുത്. കൊടുങ്കാറ്റുകളിൽ ഇളകാത്തവരായി ഇരിക്കൂ. ചോദ്യം: കുട്ടികൾ തങ്ങളുടെ ഏതൊരു അനുഭവം പരസ്പരം കേൾപ്പിക്കേണ്ടതാണ്? ഉത്തരം: നമ്മൾ ബാബയെ എത്ര സമയം എങ്ങനെ ഓർമ്മിക്കുന്നു? ഭക്ഷണ സമയം ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കുന്നോ? അതോ അനേകം പ്രകാരത്തിലുള്ള വിചാരങ്ങൾ വരുന്നുണ്ടോ? ബാബ പറയുന്നു, കുട്ടികളെ ട്രൈ ചെയ്ത് നോക്കൂ. ഭക്ഷണ സമയത്ത് ബാബയുടേതല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ വരുന്നില്ലല്ലോ. പിന്നെ പരസ്പരം അനുഭവം കേൾപ്പിക്കൂ. ഏതെങ്കിലും വേദനാജനകമായ ദൃശ്യം കാണുവേ, നമ്മുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? ഇതിൻ്റെയും അനുഭവം കേൾപ്പിക്കണം. ഗീതം. ലോകത്തെ ലക്ഷക്കണക്കിന് പേർ ഹൃദയത്തെ പൂട്ടിയാലും നീയും മറക്കരുത്, ഞാനും മറക്കില്ല. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയെ എങ്ങനെ മറക്കും? ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ആ ഒന്നിനെ പകുതി കൽപ്പമായി ഓർമ്മിക്കുകയായിരുന്നു. മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുന്നില്ല എന്ന് മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത പിതാവിനെ ലഭിച്ചിരിക്കുന്നു. ആ ഒന്നിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് അത്ഭുതം. എത്രത്തോളം പതീത പാവനായ ബാബയെ ഓർമ്മിക്കുമോ അത്രയും പാവനമായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ പാവനം എന്ന് പറയാൻ സാധിക്കില്ല, അന്തിമം ഉണ്ടാകുന്നത് വരെയും. എപ്പോഴാണോ സമ്പൂർണ്ണ പാവനമായി മാറുന്നത്, അപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി സമ്പൂർണ്ണ പവിത്ര ശരീരം എടുക്കും. എപ്പോഴാണോ സത്യയുഗത്തിൽ പുതിയ ശരീരം ലഭിക്കുന്നത്, അപ്പോൾ സമ്പൂർണം എന്ന് പറയും. പിന്നെ രാവണൻ്റെ നാശമുണ്ടാകുന്നു. സത്യയുഗത്തിൽ രാവണൻ്റെ കോലം ഉണ്ടാക്കപ്പെടുന്നില്ല. കുട്ടികളായി നിങ്ങൾ എപ്പോൾ ഇരിക്കുന്നോ, നടക്കുകയും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു, അപ്പോൾ ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 84ൻ്റെ ചക്രം പൂർത്തിയാക്കി വീണ്ടും പുതിയ ചക്രം ആരംഭിക്കും. അതാകട്ടെ പുതിയ പവിത്ര ലോകമാണ്, പുതിയ ഭാരതം, പുതിയ ഡൽഹിയാണ്. കുട്ടികൾക്കറിയാം, ആദ്യം യമുന തീരത്ത് ദേവസ്ഥാനം ഉണ്ടാകേണ്ടതുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ഭഗവാനായ പിതാവ് പഠിപ്പിക്കുന്നു. ആ ഒന്ന് അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. ഇത് ഓർമ്മ വയ്ക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. നിങ്ങൾ കരണം വരച്ചിൽ കളിക്കുകയായിരുന്നു. വർണ്ണങ്ങളുടെ ചിത്രവും വളരെ ആവശ്യമാണ്. ഏറ്റവും മുകളിൽ ശിവബാബ, പിന്നെ കുടുമിയായ ബ്രാഹ്മണൻ. ഇത് മനസ്സിലാക്കിക്കുന്നതിനായി ബാബ പറയുന്നു, ശരി, ഇത് ബുദ്ധിയിൽ വയ്ക്കൂ. നമ്മൾ 84 ജന്മങ്ങളുടെ കരണം വരച്ചിൽ കളിക്കുന്നു. ഇപ്പോൾ സംഗമമാണ്. ബാബ കൂടുതൽ സമയം ഇരിക്കുന്നില്ല, എങ്കിലും 100 വർഷം എടുക്കുന്നു. കോളിളക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പിന്നെ രാജ്യം ആരംഭിക്കുന്നു. മഹാഭാരത യുദ്ധം അതുതന്നെയാണ്. അതിൽ അനേകം ധർമ്മത്തിൻ്റെ വിനാശവും ഒരു ആർതി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനയും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കർണമറിച്ചിൽ വണ്ടർഫുള്ളാണ്. നിങ്ങൾക്കറിയാം, സന്യാസിമാരും കർണമറിച്ചിൽ കളിക്കുന്നു, തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നു. മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടായിരിക്കുന്നല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകുന്നു. അവരുടെ പാലന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള മനുഷ്യർ തങ്ങളുടെ കൈവശം എന്തെടുക്കുവാനാണ്? ബാബ ഈ എല്ലാ കാര്യങ്ങളുടെയും അനുഭവിയാണ്. ബാബ അനുഭവി രഥത്തെയാണ് സ്വീകരിച്ചത്. ഗുരുക്കന്മാരെയും സ്വീകരിച്ചു. വളരെയധികം കാണുകയും ചെയ്തു, തീർത്ഥാടനവും ചെയ്തു.
ഇപ്പോൾ ബാബ പറയുന്നു, കരണമറിച്ചിൽ ഓർമ്മിക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണനാണ്, പിന്നെ ദേവതയും ക്ഷത്രിയനുമാകും. ഇത് മുഴുവനും ഭാരതത്തിൻ്റെ കാര്യമാണ്. ബാബ ഇങ്ങനെ മനസ്സിലാക്കിച്ചു തന്നു. മറ്റ് ധർമ്മങ്ങൾ ബൈപ്ലോട്ട്സ് പോലെയാണ്. ബാബ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞു തന്നത്. സെൻസിബിൾ ആയവർക്ക് ആ കണക്കനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇസ്ലാമികൾ വരുമ്പോൾ ആവറേജ് എത്ര ജന്മമെടുക്കും? ആക്യുറേറ്റ് കണക്കിൻ്റെ ആവശ്യമില്ല. ഈ കാര്യങ്ങളിൽ ചിന്തയുടെ കാര്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ചിന്ത ഉണ്ടായിരിക്കുന്നത് നമ്മൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ എന്നതിലാണ്. ഒന്നിനെ ഓർമ്മിക്കുന്നതിൻ്റെ ഒരേ ഒരു ചിന്തയാണുള്ളത്. അടിക്കടി മായ മറ്റു ചിന്തയിൽ കൊണ്ടിടുന്നു. ഇതിൽ മായ വളരെയധികം ചിന്തയിൽ കൊണ്ടിടുന്നു. കുട്ടികൾ ഓർമ്മിക്കുക തന്നെ വേണം. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. സ്വീറ്റ് ഹോം ആർക്കും തന്നെ ഓർമ്മ വരില്ല. ശാന്തി ദേവ എന്ന് യാചിക്കുകയും ചെയ്യുന്നു. നമുക്ക് ശാന്തി നൽകൂ എന്ന് ഭഗവാനോട് പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മറ്റു മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. ശാന്തി സത്യയുഗത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകധർമ്മം, ഏക ഭാഷ, ആചാര രീതികളും ഒന്ന് തന്നെയായിരിക്കും. അവിടെ ശാന്തിയുടെ രാജ്യം തന്നെയാണ്. അദ്വൈതത്തിൻ്റെ കാര്യം തന്നെയില്ല. അവിടെയാണെങ്കിൽ ഒരേ ഒരു രാജധാനി നടക്കുന്നു. സദോ പ്രധാനമാണ്. യുദ്ധമുണ്ടാകാനായി രാവണ രാജ്യമില്ല. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ രസം കയറണം. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന് ശാസ്ത്രങ്ങളിൽ മഹിമയുണ്ട്. ഗോപഗോപികമാർ നിങ്ങളാണല്ലോ. നിങ്ങൾ മുന്നിലിരിക്കുന്നു. ബാബ നമ്മുടെ പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ് എന്ന് നിങ്ങളുടെ അടുക്കലും നമ്പർ വൈസായാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. ഇത് വണ്ടറാണല്ലോ. ജീവിതം മുഴുവൻ കൂട്ടു നൽകുന്നു. ദത്തെടുത്തു പഠനം ആരംഭിക്കുന്നു. അപ്പോൾ ഇത് ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെയും സന്തോഷം വളരെയധികം നിലനിൽക്കും. എന്നാൽ മായ ഇതിൻ്റെയും മറവി ഉണ്ടാക്കുന്നു. മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. മനുഷ്യർ ചോദിക്കുന്നു, ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറയുന്നു. പ്രൂഫ് എന്താണ്? പറയൂ, നോക്കൂ, ഇതിൽ ഭഗവാൻ വാച എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യജ്ഞവും രചിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ജ്ഞാനയജ്ഞം. ഇപ്പോൾ കൃഷ്ണന് യജ്ഞം രചിക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണരായ നമ്മൾ ഈ പരിധിയില്ലാത്ത യജ്ഞത്തിലേതാണ് എന്നതും കുട്ടികൾക്ക് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ നിമിത്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ജ്ഞാനവും യോഗവും ധാരണ ചെയ്യുമ്പോൾ ആത്മാവ് സമ്പൂർണമായി മാറുന്നു. അപ്പോൾ ഈ വൈക്കോൽ കൂനിക്ക് തീ പിടിക്കും. ഇത് പരിധിയില്ലാത്ത കർമ്മക്ഷേത്രമാണ് എന്ന് മനുഷ്യർക്ക് തന്നെയാണല്ലോ അറിയാവുന്നത്. ഇവിടെ എല്ലാവരും വന്ന് കളി കളിക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. ബാബു പറയുന്നു, കുട്ടികളെ, സംഭവിക്കാത്തതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. സംഭവിച്ചത് ഡ്രാമയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചിന്തനം എന്തിനു ചെയ്യണം? നമ്മൾ ഡ്രാമ കാണുന്നു. ഡ്രാമയിൽ അങ്ങനെയുള്ള വേദനാജനകമായ സീനുണ്ടെങ്കിൽ മനുഷ്യർ കണ്ട് കരയുന്നു. ഇപ്പോൾ അതായി അസത്യമായ ഡ്രാമ. ഇതാണെങ്കിൽ സത്യമായ ഡ്രാമയാണ്. സത്യം സത്യം എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ കണ്ണുനീരൊന്നും വരാൻ പാടില്ല. സാക്ഷിയായി നിങ്ങൾ നോക്കണം. ഇത് ഡ്രാമയാണ് എന്നറിയുന്നുണ്ട്. ഇതിൽ കരയേണ്ട എന്താവശ്യമാണ്? പാസ്റ്റ് ഇസ് പാസ്റ്റ്. എപ്പോഴെങ്കിലും ചിന്തിക്കുവാൻ പോലും പാടില്ലാത്തതാണ്. നിങ്ങൾ മുന്നോട്ട് പോയി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സർവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ത്രിമൂർത്തിയുടെ ചിത്രം നിങ്ങളുടെ അടുക്കൽ വളരെയധികമുണ്ട്. അത് ശിവ് ബാബ, ഇത് സമ്പത്ത് എന്ന് ക്ലിയറായി എഴുതിയിട്ടുണ്ട്. കുട്ടികളായി നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ
വളരെയധികം സന്തോഷമുണ്ടാകേണ്ടതാണ്. ബാബയിൽ നിന്നും നമുക്ക് വിഷ്ണുപുരിയുടെ സമ്പത്ത് ലഭിക്കുന്നു. പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. ഈ ചിത്രം മുന്നിൽ വയ്ക്കൂ. ഇതിൽ ചിലവിൻ്റെ യാതൊന്നുമില്ല. വൃക്ഷവും വളരെ നല്ലതാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യൂ. തൻ്റെ ടീച്ചറായി സ്വയം തന്നെ പഠിപ്പിക്കൂ. ബുദ്ധി എല്ലാവർക്കുമുണ്ട്. ചിത്രങ്ങൾ തൻ്റെ വീട്ടിൽ വയ്ക്കൂ. ഓരോ ചിത്രത്തിലും ഫസ്റ്റ് ക്ലാസ് ജ്ഞാനമുണ്ട്. വിനാശമുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബാബയോട് പ്രീതിയുണ്ടല്ലോ. സദ്ഗുരുവിനെ ദല്ലാളിൻ്റെ രൂപത്തിൽ ലഭിച്ചു എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിക്കാനും വേണ്ടി ലഭിച്ചിരിക്കുന്നു. എങ്കിലും മായയുടെ പുറംമൂടി വളരെയധികമുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇലക്ട്രിസിറ്റി, ഗ്യാസ് തുടങ്ങിയവ ഉണ്ടായിരുന്നില്ല. മുൻപ് വൈസ്രോയും മറ്റും 4 കുതിരയുടെയോ 8 കുതിരയുടെയോ വണ്ടിയിൽ വരുമായിരുന്നു. മുൻപ് ധനികർ വാഹനത്തിൽ കയറുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വിമാനവും മറ്റും വന്നിരിക്കുന്നു. മുൻപ് ഇവയൊന്നും ഉണ്ടായിരുന്നില്ല. 100 വർഷത്തിനുള്ളിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു ഇത് തന്നെയാണ് സ്വർഗം. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കറിയാം, സ്വർഗം തന്നെയാണ്. ഇതെല്ലാം ചില്ലിക്കാശിൻ്റെ വസ്തുക്കളാണ്. ഇതിനെ ആർട്ടിഫിഷ്യൽ പുറമോടി എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, നമ്മൾ ബാബയെ ഓർമ്മിക്കട്ടെ. അതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. ബാബ തൻ്റെ ഉദാഹരണവും പറഞ്ഞു തരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം പരിശ്രമിക്കുന്നു ഓർമ്മയിലിരുന്ന് കഴിക്കുവാൻ, എന്നിട്ടും മറന്നു പോകുന്നു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പ്രയത്നം വളരെയധികം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ശരി കുട്ടികളെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ബാബയുടെ ഓർമ്മയിലിരുന്ന് കാണിക്കൂ. മുഴുവൻ ദിവസവും ഓർമ്മ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. അനുഭവം കേൾപ്പിക്കണം. ബാബ മുഴുവൻ സമയവും ഓർമ്മ നിലനിൽക്കുന്നില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. ബാബ സ്വയം തൻ്റെ അനുഭവം പറയുന്നു. ബാബ ആരിലാണോ പ്രവേശിച്ചത്, ഇദ്ദേഹവും പുരുഷാർത്ഥിയാണ്. ഇദ്ദേഹത്തിന്മേൽ തന്നെയാണ് വളരെയധികം പ്രശ്നങ്ങളുള്ളത്. വലിയവർ എന്ന് പറയപ്പെടുക എന്നാൽ വലിയ ദുഃഖം നേടുക. എത്ര സമാചാരം വരുന്നു. വികാരങ്ങൾ കാരണം എത്ര അടിക്കുന്നു, വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. പെൺകുട്ടികൾ പറയുന്നു, ഞാൻ ഈശ്വരൻ്റെ ശരണത്തിൽ വന്നിരിക്കുന്നു. എത്ര വിഘ്നങ്ങളുണ്ടാകുന്നു. ആരുടെയും അടുക്കൽ ശാന്തിയില്ല. കുട്ടികളായി നിങ്ങൾക്ക് സൽക്കാരമാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ശാന്തിയിൽ ഇരിക്കുന്നു. ഈ ബാബ ഇവിടെയും പല ഇങ്ങനെയുള്ള വീടുകൾ കണ്ടിട്ടുണ്ട്. അവിടെ പരസ്പരം വളരെയധികം ഒത്തൊരുമയോടെ കഴിയുന്നു. എല്ലാവരും മുതിർന്നവരുടെ ആജ്ഞയനുസരിച്ച് നടക്കുന്നു. നമ്മുടെ അടുക്കൽ സ്വർഗം പോലെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എല്ലാ പ്രകാരത്തിലുമുള്ള സുഖമുണ്ട്. ഇപ്പോൾ ബാബ നിങ്ങളെ ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ പ്രകാരത്തിലുമുള്ള സുഖമുണ്ട്. ദേവതമാരുടെ 36 പ്രകാരത്തിലുള്ള ഭോജനത്തെക്കുറിച്ച് പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് ബാബയിൽ നിന്നും എടുക്കുന്നു. അവിടെയാണെങ്കിൽ എത്ര സ്വാദിഷ്ടമായ വൈഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും, പവിത്രമായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആ ലോകത്തിൻ്റെ അധികാരിയാകുന്നു. രാജാവും റാണിയും പ്രജയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. മുൻപ് രാജാക്കന്മാർ വളരെയധികം പുറംമോടിയോടെ കഴിയുമായിരുന്നു. ഇവരാണെങ്കിൽ പതീതമാണ്, രാവണ രാജ്യത്തിലാണ്. അപ്പോൾ ചിന്തിക്കൂ, സത്യയുഗത്തിൽ എന്തായിരിക്കും. മുന്നിൽ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം വച്ചിരിക്കുന്നു. കൃഷ്ണനെക്കുറിച്ച് അസത്യമായ കാര്യങ്ങൾ എഴുതി ദുഷ്പേര് ഉണ്ടാക്കിയിരിക്കുന്നു. അസത്യം എന്നാൽ അസത്യം, സത്യത്തിൻ്റെ അംശം പോലുമില്ല.
ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് തീർത്തും ശൂദ്രബുദ്ധിയായി എന്തവസ്ഥയായിരിക്കുന്നു. ഇപ്പോൾ പിന്നെ പുരുഷാർത്ഥം ചെയ്ത് എന്താവുന്നു? നിങ്ങൾ എന്താകും എന്ന് ബാബ ചോദിക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സൂര്യവംശിയാകും എന്ന് കൈ ഉയർത്തുന്നു. നമ്മളാണെങ്കിൽ മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യും. കുറഞ്ഞ പുരുഷാർത്ഥം ചെയ്യില്ല. മുഴുവൻ പ്രയത്നവും ഓർമ്മയിലും തനിക്ക് സമാനം ആക്കുന്നതിലുമാണ്. അതിനാൽ ബാബ പറയുന്നു, എത്ര സാധിക്കുമോ സർവീസ് ചെയ്യാൻ പഠിക്കൂ. വളരെ സഹജമാണ്. ഇത് ശിവബാബ, ഇത് വിഷ്ണുപുരി, ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരിക്കും. ഇദ്ദേഹമാണെങ്കിൽ വളരെയധികം അനുഭവിയാണ്. ഏണിപ്പടി ചിത്രത്തിന്മേൽ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. കുട്ടികളായി നിങ്ങൾക്ക് ഈ വൃക്ഷം, ചക്രം കാണുമ്പോൾ തന്നെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും വരേണ്ടതാണ്. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി എവിടെ പോയി? ആര് യുദ്ധം ചെയ്തു? ആരാൽ തോൽപ്പിക്കപ്പെട്ടു? ഇപ്പോൾ ആ രാജ്യമില്ല. ഈ ഈശ്വരീയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. എങ്ങനെയാണ് ഗുഹകളിൽ നിന്നും ഖനികളിൽ നിന്നും പോയി എങ്ങനെ സ്വർണവും വജ്രവും മറ്റും കൊണ്ടുവരുന്നത് എന്നതിൻ്റെയും സാക്ഷാത്കാരം കുട്ടികളായ നിങ്ങൾക്കുണ്ടായി. ഈ സയൻസ് നിങ്ങളുടെ സുഖത്തിനു വേണ്ടിയായിരിക്കും. ഇവിടെ ദുഃഖത്തിനു വേണ്ടിയാണ്. അവിടെ എയ്റോപ്ലെയിനും ഫുൾ പ്രൂഫ് ആയിരിക്കും. തകരാറുകൾ സംഭവിക്കാത്തതായിരിക്കും. കുട്ടികൾ തുടക്കം മുതലേ ഈ എല്ലാ സാക്ഷാത്കാരവും കണ്ടു കഴിഞ്ഞു. പിന്നീടും നിങ്ങൾ വളരെയധികം സാക്ഷാത്കാരങ്ങൾ കാണും. നിങ്ങൾ ഈ സാക്ഷാത്കാരവും കണ്ടു. കള്ളന്മാർ മോഷ്ടിക്കാൻ വരുന്നു. പിന്നെ നിങ്ങളുടെ ശക്തിയുടെ രൂപം കണ്ട് ഓടിപ്പോകുന്നു. ആ എല്ലാ കാര്യങ്ങളും പിന്നീടുള്ളവയാണ്. കള്ളൻ മോഷ്ടിക്കാൻ വരും. നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അവർ ഒറ്റയടിക്ക് ഓടിപ്പോകും. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യൂ. മുഖ്യമായ കാര്യം പവിത്രതയുടേതാണ്. ഒരു ജന്മം പവിത്രമാകേണ്ടതുണ്ട്. മൃത്യു ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്നു. പ്രകൃതിയാ ഉള്ള ആപത്തുകൾ വളരെ കടുത്തത് വരും. അതിൽ എല്ലാം സമാപ്തമാകും. ശിവബാബ ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മാവും കേൾക്കുന്നു. ഈ ബാബ എല്ലാം പറഞ്ഞു തരുന്നു. ശിവബാബയ്ക്കാണെങ്കിൽ അനുഭവമില്ല. കുട്ടികൾക്ക് അനുഭവമുണ്ടാകുന്നു. മായയുടെ കൊടുങ്കാറ്റ് എങ്ങനെ വരുന്നു? ആദ്യ നമ്പറിൽ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സർവ അനുഭവവും ഉണ്ടാകും. അതിനാൽ ഇതിൽ ഭയപ്പെടേണ്ടതില്ല. ആടാത്തവരായിരിക്കണം. ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ തന്നെയാണ് ശക്തി ലഭിക്കുന്നത്. ചില കുട്ടികൾ ചാർട്ട് എഴുതുന്നു, പിന്നെ മുന്നോട്ട് പോകവേ നിർത്തുന്നു. ക്ഷീണിച്ചു പോയതായി ബാബ മനസ്സിലാക്കുന്നു. ഏതൊരു പാരലൗകിക പിതാവിൽ നിന്നാണോ ഇത്രയും വലിയ സമ്പത്ത് ലഭിക്കുന്നത്, അങ്ങനെയുള്ള പിതാവിന് ഒരിക്കലും കത്ത് പോലും എഴുതുന്നില്ല, ഓർമ്മിക്കുന്നത് പോലുമില്ല. ഇങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ശിവബാബ, നമ്മൾ അങ്ങയെ വളരെയധികം ഓർമ്മിക്കുന്നു. ബാബ, അങ്ങയുടെ ഓർമ്മയില്ലാതെ നമുക്ക് എങ്ങനെ കഴിയാൻ സാധിക്കും? ഏതൊരു ബാബയിൽ നിന്നാണോ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നത്, അങ്ങനെയുള്ള ബാബയെ എങ്ങനെ മറക്കും? ഒരു കാർഡ് എഴുതിയെങ്കിൽ അതും ഓർമ്മിച്ചതാണല്ലോ. ലൗകിക പിതാവും കുട്ടികൾക്ക് കത്തെഴുതുന്നു. പ്രകാശരത്നം എന്നെല്ലാം. സ്ത്രീ പതിക്ക് എങ്ങനെയാണ് കത്തെഴുതുന്നത്? ഇവിടെയാണെങ്കിൽ 2 സംബന്ധവുമുണ്ട്. ഇതും ഓർമ്മിക്കുവാനുള്ള യുക്തിയാണ്. എത്ര മധുരമായ ബാബയാണ്. നമ്മളോട് എന്താണ് ചോദിക്കുന്നത്? ഒന്നും തന്നെയില്ല. ആ ഒന്ന് ദാതാവാണ്, നൽകുന്നവനാണല്ലോ. ഈ ഒന്ന് എടുക്കുന്നവനല്ല. പറയുന്നു, സ്വീറ്റ് ചിൽഡ്രൻ, ഞാൻ വന്നിരിക്കുകയാണ്. ഭാരതത്തെ സുഗന്ധമുള്ള പൂന്തോട്ടമാക്കി മാറ്റിയ ശേഷം പോകുന്നു. ശരി, മധുരമധുരമായ സീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്.
ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സൂര്യവംശി ആകുന്നതിനായി മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെയും തനിക്ക് സമാനം ആക്കുന്നതിൻ്റെയും പ്രയത്നം ചെയ്യണം. പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്തനുസരിച്ച് നടന്ന് ശാന്തമായിരിക്കണം. മുതിർന്നവരുടെ ആജ്ഞ മാനിക്കണം. വരദാനം: സ്വയം തന്നെ സേവാധാരിയായി മനസ്സിലാക്കി കുനിയുകയും സർവരെയും കുനിയിക്കുകയും ചെയ്യുന്ന നിമിത്തവും വിനയചിത്തരുമായി ഭവിക്കട്ടെ. ആരാണോ തൻ്റെ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും ബാബയുടെ മുന്നിൽ അർപ്പിക്കുന്നത് അവരെയാണ് നിമിത്തം എന്ന് പറയുന്നത്. നിമിത്തമാവുക എന്നാൽ അർപ്പണമാവുക എന്നാണ്. ആരാണോ കുനിയുന്നത് അവരാണ് വിനയചിത്തർ. എത്രത്തോളം സംസ്കാരങ്ങളിലും സങ്കല്പങ്ങളിലും കുനിയുമോ അത്രയും വിശ്വം താങ്കളുടെ മുന്നിൽ കുനിയും. കുനിയുക എന്നാൽ കുനിയിക്കുകയാണ്. മറ്റുള്ളവരും നമ്മുടെ മുന്നിൽ കുറച്ചൊക്കെ കുനിയണം എന്ന സങ്കല്പം പോലും ഉണ്ടാകരുത്. ആരാണോ സത്യമായ സേവാധാരികൾ അവർ സദാ കുനിയുന്നു, ഒരിക്കലും തൻ്റെ ആധിപത്യം കാണിക്കുന്നില്ല. സ്ലോഗൻ: ഇപ്പോൾ സമസ്യ സ്വരൂപമല്ല, പരിഹാര സ്വരൂപമാകൂ. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി. ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ
തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.